ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ തലശ്ശേരി കോട്ട കാണാനാണ് വന്നേക്കുന്നത്. ഇപ്പോൾ കാണുന്നതായിരുന്നു കേട്ടോ തലശ്ശേരി കോട്ടയുടെ കവാടം. ഇവിടെ പാർക്കിംഗ് ഫീ, എൻട്രി ഫീസ് അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് കാണാം. 8 മണി തൊട്ട് 6 മണി എന്ന് പറയുന്ന ഒരു സമയപരിമിതി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പടികളിൽ കൂടെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ തലശ്ശേരി കോട്ടേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം കേട്ടോ. അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ആദ്യം ഉടക്കുന്നത് ഈ സാധനത്തുമേ ആയിരിക്കും കേട്ടോ. ഇതാണ് പണ്ട് കാലത്തെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കി എന്ന് പറയുന്നത്. പീരങ്കി ഇത് പീറ്റർ ഗോഷ് എന്ന് പറയുന്ന ഇംഗ്ലണ്ട് കമ്പനി നിർമ്മിതമായിട്ടുള്ള പീരങ്കി. ഇന്ന് നമ്മൾ തലശ്ശേരി കോട്ട കാണാൻ വന്നപ്പോഴും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കോട്ട കാണാൻ. നൂറ്റാണ്ടുകൾക്ക് മുന്നേ നിർമ്മിച്ച കോട്ടയാണ് തലശ്ശേരി കോട്ട എന്നാണ് പറയുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ ആണെന്നാണ് എല്ലായ്പ്പോഴും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ആദ്യം വരുന്നത് ഫ്രഞ്ചുകാരാണ്. അവർ തന്നെയാണ് ഇത് ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള സത്യം. പിന്നീട് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ ഒഴിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ ഇറക്കി വിട്ടതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവർ കൂടുതൽ നല്ല സ്ഥലം മാഹിയാണെന്ന് കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് ബ്രിട്ടീഷുകാർ തലശ്ശേരി വരാൻ കാരണം എന്ന് പറയുന്നത് അറയ്ക്കൽ ബീവിയും നാവികസേനയും എല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ കാണുന്നത് ടിപ്പു സുൽത്താൻ്റെ നിലവറ അല്ലെങ്കിൽ ജയിൽ എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. ഇങ്ങോട്ടേക്ക് നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ നമ്മൾ എന്ത് സംസാരിച്ചാലും ഭയങ്കര ഒരു അടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു തുരങ്കം പോലെയില്ലേ, അതിൻ്റെ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവും നമുക്ക് ഈ എന്ത് പറയുമ്പോഴൊക്കെ. പിന്നെ ഈ ഒരു കോട്ട ഒരു 5-6 അടി ഹൈറ്റിലാണ് കേട്ടോ അത് പണിതേക്കുന്നത്. അതായത് ഇതിൻ്റെ മേലേന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ തലശ്ശേരി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതായത് എവിടെ നിന്ന് ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്കത് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ബ്രിട്ടീഷ് കോട്ട എന്ന് പറയുന്നത് അവരുടെ ഒരു ഫാക്ടറി ആയിട്ടാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ കുറേ ചെറിയ എന്താ പറയുക ഓടിട്ട് ഇങ്ങനെ ചെറിയ ബിൽഡിങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ഫാക്ടറി 1600-ലാണ് കേട്ടോ ഫ്രഞ്ചുകാർ ഈ കോട്ട നിർമ്മിക്കുന്നത്. പക്ഷേ അന്നേരം ഇത്രയും ബലത്തിലോ അങ്ങനെയൊന്നുമല്ല അവർ പണിതപ്പോൾ ഉണ്ടായത്. പിന്നീട് ബ്രിട്ടീഷുകാർ തന്നെയാണ് ഈ ഒരു കോട്ട പുതുക്കി പണിതത്. ചെങ്കല്ലില്ലേ, ചെങ്കല്ല് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചെങ്കൽമില്ലേ ഇങ്ങനെ ടാറ് അവർ തേച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മഴ പെയ്താലോ ഒന്നും പൂപ്പൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ അവരുടേതായിട്ടുള്ള ടാക്കിൾസ് അല്ലേ അതൊക്കെ അവർ മാക്സിമം. കോട്ടയ്ക്കകത്ത് ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ മറുഭാഗത്തു നിന്നൊക്കെ വരാനുള്ള വഴികളുണ്ട് കേട്ടോ. അതായത് എപ്പോൾ ആക്രമണം നടന്നു കഴിഞ്ഞാലും ഓടി രക്ഷപ്പെടാനും ഓടി ഒളിക്കാനും തിരിച്ചടിക്കാനെല്ലാം ബ്രിട്ടീഷുകാർ തന്നെ സ്പോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലശ്ശേരി കോട്ടയുടെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. 2ാം ഭാഗത്തിൽ നമുക്ക് കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.